1893 ജൂൺ 29 കൊൽക്കത്തയിലായിരുന്നു PC മെഹ്ലനോബിസ് എന്ന പ്രശാന്ത ചന്ദ്ര മെഹ്ലനോബിസ് ജനിച്ചത്. ഇന്ത്യൻ സ്ഥിതിവിവരക്കണക്ക് ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ഇദ്ദേഹമാണ് കൊൽക്കത്തയിൽ 1931 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. വ്യാവസായിക പുരോഗതിക്ക് പ്രാമുഖ്യം നൽകിയ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയും PC മെഹ്ലനോബിസ് ആയിരുന്നു. ഇന്ത്യ കണ്ട മികച്ച ശാസ്ത്രപ്രതിഭകളിൽ ഒരാളായ PC മെഹ്ലനോബിസിനോടുള്ള ആദര സൂചകമായിട്ടാണ് 2007 മുതൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ദേശീയ സ്ഥിതിവിവരക്കണക്ക് ദിനമായി ആചരിച്ചു തുടങ്ങിയത്. യൂസ് ഓഫ് ഡാറ്റ ഫോർ ഡിസിഷൻ മേക്കിംഗ് എന്നതാണ് 2024 ദിനാചരണം നൽകുന്ന സന്ദേശം. The quality of policy making, the quality of analysis, the quality of results all depend on the raw data and the quality of data that we collect. So I think data and statistics are very, very important in all realms of our economy and society. And I think that those who engage in regular collection of statistics and maintenance of statistics are playing a very important role in our society. രാജ്യപുരോഗതിക്കായി വികസന പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ സ്ഥിതിവിവരക്കണക്കുകൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഈ സന്ദേശം പൊതുസമൂഹത്തെ അറിയിക്കുകയും അവരിൽ അവബോധം സൃഷ്ടിക്കുകയുമാണ് ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പാണ് സംസ്ഥാനത്ത് സ്ഥിതിവിവരക്കണക്കുകൾ ശേഖരിക്കുന്നതും അവയുടെ വിശകലനം നിർവഹിക്കുന്നതും. കേന്ദ്ര സർക്കാരിനാവശ്യമായ വിവരശേഖരണം നിർവഹിക്കുന്നതും സംസ്ഥാന സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പ് തന്നെയാണ്. വികസന പ്രക്രിയയിൽ നിർണായക പങ്കാണ് സംസ്ഥാന സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പ് നിലവിൽ നിർവഹിച്ചു പോരുന്നത്. സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, കേരളത്തിലെ ഒരു സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നു. കേരളത്തിൻ്റെ വികസനത്തിനെയും കേരളത്തിലുള്ള മാറ്റങ്ങളെയും കുറിച്ച് ജനങ്ങളെയും മീഡിയ അല്ലെങ്കിൽ സർക്കാർ, മീഡിയ, പബ്ലിക് ഇവരൊക്കെല്ലാം വ്യക്തമായി അറിവ് കൊടുക്കുന്നതിനുള്ള ഒരു സ്ഥാപനമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളമുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നമ്മളുടെ എല്ലാ മേഖലകളിലും, കൃഷിയിലാണെങ്കിലും വ്യവസായത്തിലാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും എല്ലാ മേഖലയിലും ഉള്ള വ്യക്തമായ കണക്കുകൾ ഈ സാമ്പത്തിക കാര്യ വകുപ്പ് കളക്ട് ചെയ്യുന്നുണ്ട്, ശേഖരിച്ച് അവ ഗവൺമെൻറ്റിനും കൊടുക്കുന്നുണ്ട്. പബ്ലിക്കിന് വേണ്ടി അത് വെബ്സൈറ്റുകളിലും മറ്റും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ ആവശ്യം ഈ ഡാറ്റ തരുന്നത് സാധാരണ വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ കൃഷിക്കാരിൽ നിന്നോ ഇൻഡസ്ട്രിയലിസ്റ്റ് വ്യവസായികളിൽ നിന്നോ മറ്റുള്ള പല മേഖലകളിൽ നിന്നുള്ളവരാണ്. അവരുടെ സഹകരണം ആണ് ഏറ്റവും കൂടുതൽ ഇതിനാവശ്യം. ആ സഹകരണത്തോടു കൂടി മാത്രമേ നല്ല ക്വാളിറ്റിയുള്ള ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നല്ല ക്വാളിറ്റി ഡാറ്റ മാത്രം ഉണ്ടെങ്കിലേ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ നയരൂപീകരണത്തിൽ ഇത് പ്രതിഫലിക്കുള്ളൂ. വാർഷിക സ്ഥിതിവിവരക്കണക്കുകൾ, ജനസംഖ്യാ വിവരങ്ങൾ, വ്യാവസായിക സ്ഥിതിവിവരക്കണക്കുകൾ, സംസ്ഥാനത്തെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച വിവരശേഖരണവും വിശകലനവും സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പിന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങളിൽ ഉൾപ്പെടുന്നു. ഈയൊരു ദിനം ആചരിക്കപ്പെടുമ്പോൾ സംസ്ഥാനത്തെ എല്ലാ സ്ഥിതിവിവരക്കണക്ക് വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരും അതുപോലെ തന്നെ അക്കാദമിക് കമ്മ്യൂണിറ്റിയിലുള്ള അധ്യാപകർ, വിദ്യാർത്ഥികൾ, റിസർച്ചേഴ്സ്, അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ വ്യാവസായിക, ഇൻഡസ്ട്രിയൽ മേഖലയിൽ, അതുപോലെ തന്നെ റിസർച്ച്, മറ്റ് മേഖലകളിലൊക്കെ അപ്ലൈഡ് ആയിട്ടുള്ള പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആൾക്കാർ ഈ ഒരു മേഖലയിൽ സ്ഥിതിവിവരക്കണക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഈ
സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിൻ്റെ നോഡൽ ഏജൻസിയായ വകുപ്പ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ ഏവർക്കും ആശംസകൾ നേർന്നുകൊള്ളും. തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന ഡയറക്ടറേറ്റിനു കീഴിൽ 14 ജില്ലാ കാര്യാലയങ്ങൾ, 61 താലൂക്ക് കാര്യാലയങ്ങൾ, 41 വിവിധ വകുപ്പുകളിലെ സെല്ലുകൾ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ് രാജ്യപുരോഗതിക്കായുള്ള വിവരശേഖരണത്തിനും വിശകലനത്തിനുമായി സംസ്ഥാനത്ത് അക്ഷീണം പ്രയത്നിക്കുന്നത്. ഈ ദേശീയ സ്ഥിതിവിവരക്കണക്ക് ദിനത്തിൽ നമുക്ക് ഇവർക്ക് പിന്തുണയേകാം.